ദീനിൽ നിന്ന് ഒരാളും ദീനിനോട് വെറുപ്പായി പുറത്തു പോകരുത്. പുറത്തു നിൽക്കുന്ന ഒരാളെ അഹ്ലുസുന്നയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെയല്ലേ വേണ്ടത്? പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് ഈ ഉമ്മത്തിന്റെ, ഈ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മനോഹരമായ മുഖം, അല്ലെങ്കിൽ അതിൻ്റെ ആശയം, സ്വഹാബത്തിന്റെ പുണ്യനിബിതങ്ങളുടെ ജീവിത മാതൃകകൾ, അഇമ്മത്തുൽ കിറാമിന്റെ, ഫുഖഹാഇന്റെ ആ ഒരു മാർഗത്തിലേക്ക് നമ്മൾ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടവരാണ്. അതിന് പണ്ഡിതന്മാർ വലിയൊരു ദൗത്യം ഇവിടെ നിർവഹിക്കേണ്ടതുണ്ട്. ഇവിടെ മൗനം പാലിച്ചിരുന്നാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ കുറ്റക്കാരായിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ബഖറ. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم. അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തന്ന പരിശുദ്ധമായ ദീൻ അത് മറച്ചു വെക്കുകയും ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാതിരിക്കുകയും വിശദീകരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നവർ ഉലൈക യൽഅനുഹുമുല്ലാഹ്, അവരെ അള്ളാഹു ശപിക്കുന്നു. വയൽഅനുഹുമുൽ ലാഇനൂൻ, അവന്റെ മലക്കുകൾ ശപിക്കുന്നു. ഇല്ലല്ലദീന താബു, തൗബ ചെയ്ത് മടങ്ങുകയും വഅസ്ലഹു, ഫിത്നയുണ്ടാക്കുന്നതിനു പകരം ഇസ്ലാഹ്, നന്മ ചെയ്യുകയും കൂട്ടിയോജിപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുകയും വബയ്യനൂ, തെറ്റുകളെ വ്യക്തമായി പറയുകയും തെറ്റുകളെ തിരുത്തുകയും വ്യക്തമാക്കുകയും ചെയ്യുന്ന ആളുകൾ ഫഉലൈക അതൂബു അലൈഹിം, അവരുടെ തൗബ ഞാൻ സ്വീകരിക്കുന്നതാണ്. വഅന തവ്വാബുർ റഹീം. 3 വിഭാഗമാണ് മുസ്ലിമീങ്ങൾ ഇതിലൂടെ, ഈ ആയത്തിലൂടെ മഹാന്മാർ പറയുന്നു. ഒന്നുകിൽ ഈ ഉമ്മത്തിൽ എന്താണോ നന്മ, എന്താണോ തിന്മ, അത് ഉള്ളതുപോലെ പറയുന്ന ആളുകൾ. ശരീഅത്തിന്റെ പ്രമാദമായ അടിസ്ഥാനപരമായ നമ്മുടെ അഖീദയെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ ഗൗരവത്തിൽ തന്നെ സംസാരിക്കണം. വേറെ ഒരു വിഭാഗം കാര്യഗൗരവങ്ങളോ പ്രയോറിറ്റൈസ് ചെയ്യുകയോ ചെയ്യാതെ, മുൻഗണനാക്രമം സ്വീകരിക്കാതെ നിസ്സാരമായ വിഷയങ്ങളെ പർവ്വതീകരിക്കുകയും വളരെ ചെറിയൊരു വിഷയത്തെ വലിയൊരു വിഷയമായി അവതരിപ്പിക്കുകയും അതിന് സമയം കളയുകയും ചെയ്യുന്ന വേറൊരു വിഭാഗം. മൂന്നാമത്തേത്, എന്ത് നടന്നാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ മിണ്ടാണ്ടിരിക്കാം, എന്ത് നടന്നാലും പ്രശ്നമല്ല. ഒരു തിന്മ നടന്നാൽ ആ തിന്മക്കെതിരെ ശബ്ദിക്കാൻ പറഞ്ഞാൽ എനിക്ക് ധൈര്യമില്ല എന്ന് പറയും. മയക്കുമരുന്നുകൾ നമ്മുടെ ക്യാമ്പസുകളെ വരിഞ്ഞു മുറുക്കുമ്പോൾ നമ്മുടെ അങ്ങാടികളിൽ, നമ്മുടെ കവലകളിൽ മുഴുവൻ മയക്കുമരുന്നിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, നമ്മുടെ കുട്ടികളടക്കം, നമ്മുടെ വിദ്യാർത്ഥിനികളും വിദ്യാർത്ഥികളും നമ്മൾ കാണുന്നില്ലേ നമ്മുടെ മീഡിയകളിലൊക്കെ. അത് കൺമുമ്പിലൂടെ നടന്നു പോകുമ്പോൾ സത്യവിശ്വാസികളെ, നമ്മുടെ ഏറ്റവും വലിയ ശ്രദ്ധ പോകേണ്ടത് ഈ അടുത്ത തലമുറയെ മൃഗമാക്കാൻ നടക്കുന്ന ഈ മനുഷ്യക്കോലങ്ങളെ പിടിച്ചുകെട്ടലാണ്. മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നവരെ, നമ്മുടെ മക്കളെ നശിപ്പിക്കുന്നവരെ, അതിന് ധൈര്യമില്ല, അതിനാരും ഇടപെടില്ല. നമ്മൾ ഒരുപാട് വേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആളുകൾക്ക് പട്ടിണി മാറ്റാനുള്ള ഓട്ടത്തിലാണ്. പക്ഷെ പട്ടിണിയും വിശപ്പും മാറിയിട്ടേ തിന്മയിലേക്ക് പോകുന്നൊരു സമൂഹത്തിനെ വഴി കാണിക്കാൻ നമ്മൾ എന്തു ചെയ്യുന്നു? അതൊരു വിഷയമല്ലേ? അന്നം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, ഒക്കെ കിടന്നുറങ്ങാൻ വീടുണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ഇവർ എന്ത് ചെയ്യണം? അത് ശരീഅത്താ പറയാം. അന്നവും ഭക്ഷണം കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അത് എല്ലാ ഗവൺമെന്റും ചെയ്യുന്ന പരിപാടിയാണ്. തിന്നുക, കുടിക്കുക, കിടന്നുറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. പക്ഷെ ഈ അന്നവും വെള്ളമൊക്കെ കുടിച്ച് ശരീരം പുഷ്ടിപ്പെട്ട് നിൽക്കുമ്പോഴേ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാ ജീവിക്കേണ്ടത്, ഇത് പറയുന്നത് ശരീഅത്താണ്. അവിടെയാണ് ദീൻ ഇടപെടുന്നത്. ഇവിടെ പറയേണ്ടത് പറയാനും, തിന്മകളെ തിരുത്താനും, അരുതാത്തത് അരുത് തന്നെയാണ് എന്ന് പറയാനും മുന്നോട്ട് വരാത്ത ആളുകൾ. അന്ന് ഇസ്രായേലി മക്കൾ സാബത്ത് നാളിൽ മീൻ പിടിക്കാൻ പോയപ്പോൾ മീൻ പിടിക്കാൻ പോയവരെ അള്ളാഹു കുരങ്ങുകളാക്കി മാറ്റി. മൗനിയായി നിന്ന പണ്ഡിതന്മാരെയും അള്ളാഹു കുരങ്ങുകളാക്കി മാറ്റിയിട്ടുണ്ട് എന്ന വിശുദ്ധ ഖുർആൻ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് തിന്മകളെ നല്ല നിലക്ക്
ആ തിന്മകളെ പിഴുതെറിയാൻ കഴിയുന്ന വിധം വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഒരു സാരോപദേശത്തിൻ്റെ സാരഗുണങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഇടപെടണം. നമ്മൾ ആരെയും വഴിതെറ്റാൻ അനുവദിക്കരുത്. അദ്ദീനു അന്നസ്വീഹ, സർവ്വ മനുഷ്യരും നന്നാവണം എന്ന് ആഗ്രഹിക്കലാണ് ഇസ്ലാം. സർവ്വ മനുഷ്യരും നന്നാവണം, നല്ലവരാകണം എന്ന് കൊതിക്കലാണ് ഇസ്ലാം. അവരാ മതക്കാരൻ, അവരങ്ങനെ പോയിക്കോട്ടെ, ഇവന് ഇത്തരക്കാരനോ ആ പാർട്ടിക്കാരൻ അങ്ങനെ പോയിക്കോട്ടെ, അല്ലല്ല, ഇവരൊക്കെ മനുഷ്യരാണ്, ആദം നബിയുടെ മക്കളാണ്. അവർക്ക് ഹിദായത്ത് കിട്ടണം, അവര് നല്ലവരാകണം. ഈ ഒരു ആഗ്രഹം മനസ്സിൽ വെക്കാൻ അതിന് വല്ല ചെലവുണ്ടോ? മനസ്സിലൊരു ആഗ്രഹം വെക്കാൻ വല്ല ചെലവുണ്ടോ? അതിന് മനസ്സിൽ ആഗ്രഹം വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. നമുക്ക് ചെയ്തൂടെ? നമ്മളോടത് ചെയ്യണം എന്നാണ് ഇതുവരെ ഞാൻ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തും ഹദീസും ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർവ്വരും നന്നാവണം, ആരും മോശപ്പെട്ടു പോകരുത്, ആരും അവമതിച്ചു പോകരുത്, ആരും അപമാനിതനായി പോകരുത്, ആരും നാണം കെട്ടു പോകരുത്. അവരെയൊക്കെ കൈപിടിച്ച് നന്മയുടെ വഴിയിലേക്ക് ശുദ്ധിയാക്കി കഴുകിയെടുത്ത് കൊണ്ടുവരണം. ആരും നമ്മളോട് വെറുപ്പ് പിടിച്ച് പുറത്തിറങ്ങി പോകരുത്. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നമ്മൾ ആരെയും വെറുപ്പിക്കേണ്ടവരല്ല. അങ്ങനെയാ മുഅ്മിനീങ്ങൾ ജീവിക്കേണ്ടത്. ആരവിടെ തെറ്റില്ലാത്തവർ? ആരാണ് തെറ്റ് ചെയ്യാത്തവർ? ആരാണ് തെറ്റ് ചെയ്യാത്തവർ? നിങ്ങൾ പറയും, മനുഷ്യന്മാരിൽ ആരെങ്കിലും ഉണ്ടോ തെറ്റ് ചെയ്യാത്തവർ? ഇല്ല. തെറ്റ് ചെയ്യാത്തവർ മുഴുവൻ നിന്നാൽ മതി, ബാക്കിയുള്ളവരൊക്കെ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിൽ ആരുണ്ടാവും? വാള് പറയാൻ ആരുണ്ട്? സാരോപദേശം നൽകാൻ ആരുണ്ട്? ഒരു തെറ്റും ചെയ്യാത്തവർ മാത്രം വാള് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ആര് വാള് പറയും? പുണ്യനിബിതങ്ങൾ എന്ന അഷ്റഫുൽ ഖൽഖ് എന്ന ആഖിറുൽ അംബിയ, അള്ളാഹുവിൻ്റെ ഹബീബിന് ശേഷം ഇസ്മത്ത് കഴിഞ്ഞു. മഅ്സൂമീങ്ങളില്ല, മഹ്ഫൂദീങ്ങളുണ്ട്. മഅ്സൂമീങ്ങളായ അള്ളാഹുവിൻ്റെ അംബിയാക്കന്മാർ, അവരുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ആരാണ്? പിന്നെ ومن يعظ الناس بعد محمد صلى الله عليه وسلم